നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ ലക്ക് ലൈഫ് മലയാളം ചാനലിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. കൂടാതെ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കൂടെ ഓൾ എന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അതാസമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജന്മസംഖ്യകളുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് ജന്മസംഖ്യ 1 മുതൽ 7 വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളുടെ ചാനലിൽ ലഭ്യമാണ്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇവിടെ പറയുന്നത് ജന്മസംഖ്യ 8ന്റെ കാര്യമാണ്. ഭാഗ്യ നിർഭാഗ്യങ്ങളാണ്. ഈ 8 എന്ന് പറയുന്ന ജന്മസംഖ്യയുടെ അധിപൻ ശനിയാണ്. 8, 17, 26 ഈ തീയതികളിൽ ജനിച്ചവരുടെയൊക്കെ ജന്മസംഖ്യ 8 ആയിരിക്കും. കാരണം നിങ്ങൾക്കറിയാം 8 എന്ന് പറയുമ്പോൾ അത് തന്നെ, 17 എന്ന് പറയുമ്പോൾ 1 + 7 8, 26 എന്ന് പറയുമ്പോൾ 2 + 6 8. ഈ 8 ജന്മസംഖ്യ ആയിട്ടുള്ള ആളുകൾ സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം ഉയർന്ന നിലയിൽ എത്തുന്നവരായിരിക്കും. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾ 8 ജന്മസംഖ്യയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്വയം പരിശോധിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ വീട്ടിൽ, കുടുംബത്തിൽ, ബന്ധത്തിൽ, സ്വന്തത്തിൽ 8 ജന്മസംഖ്യയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. അവരുടെ ജീവിതവുമായിട്ട് ഇതൊന്ന് തട്ടിച്ചു നോക്കുക. 8 ജന്മസംഖ്യയുള്ള ആളുകൾ വളരെയധികം സങ്കുചിതമായിട്ടുള്ള മനസ്ഥിതിയുള്ളവരാണ്. ഇവരുടെ സ്വഭാവം മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും മറ്റുള്ളവർക്ക്. ഒന്നുകിൽ ഇവർ വളരെ ധനികരായിരിക്കും, അല്ലെങ്കിൽ അങ്ങേയറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇവരുടെ കാര്യങ്ങൾ. ഒന്നുകിൽ ഏറ്റവും സമ്പന്നർ, ഇല്ലെങ്കിൽ ഏറ്റവും ദരിദ്രർ. അങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഇവർക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കാറില്ല. ധാരാളം ധനം കയ്യിൽ വരുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ നിർത്തിവെക്കുന്നതായിരിക്കും ഇവർക്ക് എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. 8 ജന്മസംഖ്യ ആയിട്ടുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരിക്കൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. കാരണം നമുക്ക് കുറെ അധികം ധനം നഷ്ടം വന്നു, എന്നാൽ നമ്മൾ തിരിച്ചു പിടിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 8 ജന്മസംഖ്യയുള്ള ആളുകൾക്ക് അത് നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇവർക്ക് മറ്റുള്ളവരുമായി വെറുപ്പോ വിദ്വേഷമോ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരുമായി ജീവിതകാലത്ത് യാതൊരു വിധ സഹവാസത്തിനും ഇവർ മുതിരുകയില്ല. അങ്ങനെ ഒരു സ്വഭാവം കൂടി ഇവർക്കുണ്ട്. പിന്നെ പണം ചെലവാക്കുന്ന അവസരങ്ങളിൽ ഇവർ അങ്ങേയറ്റം പിശുക്ക് കാണിക്കുന്നവരായിരിക്കും. ഭക്തിപരമായ കാര്യങ്ങളിൽ നേരെ ഇവർ മറിച്ചാണ് ചെയ്യുന്നത്. ഭക്തിപരമായ കാര്യങ്ങളിൽ എത്ര കണ്ട് പണം മുടക്കുന്നതിനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കുകയില്ല. ഏതു തരം പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ കഴിവുള്ളവരാണ് ഇവർ. വളരെ അന്തർമുഖ സ്വഭാവം വെച്ചു പുലർത്താറുണ്ട് ഇവർ. ഇവരുടെ ഭാഗ്യ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, 8, 10, 17, 19, 26, 28 എന്നീ ദിനങ്ങൾ ആണ് ഇവർക്ക് ഭാഗ്യ ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ ഇവർ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അത് തീർച്ചയായിട്ടും നടക്കുന്നത് തന്നെ ആയിരിക്കും. ഇവരുടെ ഭാഗ്യരത്നങ്ങൾ ഏതാണെന്ന് നോക്കാം. ഇന്ദ്രനീലവും വജ്രവുമാണ് ഇവർക്ക് യോജിക്കുന്ന രത്നങ്ങൾ. ഇനി ഇവർക്ക് നിറങ്ങളുണ്ട്. ഭാഗ്യ നിറങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കടും നീലയും മഞ്ഞയുമായിരിക്കും. ഇതിലേതെങ്കിലും ഒരു കളർ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇവർക്ക് വിവാഹം കഴിക്കുവാൻ വേണ്ടി ഉള്ള ജന്മസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് 4 ആണ്. 4 ജന്മസംഖ്യയുള്ള ആളിനെ തേടി പിടിച്ച് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് നീങ്ങുന്നതാണ്. ഇവർക്ക് ഈശ്വര പ്രീതിക്കായിട്ട് ശിവനെ ധ്യാനിക്കാം, ധർമ്മശാസ്താവിനെ ധ്യാനിക്കാം. ഇവരെയൊക്കെ ധ്യാനിക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. പരമശിവനെയും ധർമ്മശാസ്താവിനെയും അവർക്ക് വേണ്ടുന്ന വഴിപാടുകളും കൊടുത്ത് നല്ല രീതിയിൽ പൂജിച്ച് ആദരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സത്ഫലം തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. എന്നിവിടെ പറഞ്ഞത് 8 ജന്മസംഖ്യ ആയിട്ടുള്ള ആളുകളുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളാണ്. നാളെ അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.